സിനിമാ മേഖലയിൽ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ ഇന്ന് ഭാഗികമായി പുറത്തുവിടും. സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ ഇടപെടലിനെ തുടർന്നാണ് സാംസ്കാരിക വകുപ്പ് റിപ്പോർട്ട് പുറത്തുവിടുന്നത്. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയ റിപ്പോർട്ടർ ഉൾപ്പെടെ 7 മാധ്യമ സ്ഥാപനങ്ങൾക്കാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പകർപ്പ് കൈമാറുക. നാലര വർഷം നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വെളിച്ചം കാണുന്നത്. സിനിമാ മേഖലയിൽ വനിതകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പഠിച്ച 2019 ഡിസംബർ 31 സമർപ്പിച്ചതാണ് റിപ്പോർട്ട്. വിമൻ ഇൻ സിനിമ കളക്റ്റീവ് ഉൾപ്പെടെ സംഘടനകളും വ്യക്തികളും ആവശ്യപ്പെട്ടിട്ടും റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ തയ്യാറായിരുന്നില്ല. സ്വകാര്യത ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാർ ഇരുട്ടുമുറിയിൽ അടച്ചുവെച്ചത്. 1.5 വർഷം നീണ്ട അന്വേഷണം, മൊഴികൾ ഉൾപ്പെടെ 5000 പേജ്, 300 പേജിൽ കമ്മീഷന്റെ കണ്ടെത്തലുകളും. ഈ സുപ്രധാന റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ആവശ്യം കെ രമ MLA നിയമസഭയിലും ഉന്നയിച്ചു. ഒന്നും ഫലം കണ്ടില്ല. ഒടുവിൽ റിപ്പോർട്ട് പുറത്തുവിടാൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൽ ഹക്കീമിന്റെ ഇടപെടൽ വേണ്ടി വന്നു. വിവരാവകാശ നിയമപ്രകാരം അപ്പീൽ സമർപ്പിച്ചവർക്ക് ഈ മാസം 26-നകം റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകാനായിരുന്നു കമ്മീഷണറുടെ ഉത്തരവ്. കൈമാറുന്ന പകർപ്പിൽ നിന്നും 49-ാം പേജിലെ 96-ാം ഖണ്ഡികയും 165 മുതൽ 196 വരെയുള്ള ഖണ്ഡികകളും ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം. സ്വകാര്യതയിലേക്ക് വിരൽ ചൂണ്ടുന്ന വിവരങ്ങൾ പുറത്തുവിടേണ്ടതില്ലെന്ന നിലപാടിൽ സർക്കാരും ഉറച്ചു നിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ 300 പേജുള്ള ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ 233 പേജുകൾ മാത്രമാണ് ഇന്ന് വൈകിട്ട് പുറത്തുവരിക. ലക്ഷങ്ങൾ ചെലവഴിച്ചായിരുന്നു ജസ്റ്റിസ് ഹേമ കമ്മീഷന്റെ അന്വേഷണം. കണ്ടെത്തിയതാകട്ടെ സിനിമാ മേഖലയിൽ വനിതകൾ അനുഭവിക്കുന്ന ഞെട്ടിക്കുന്ന പീഡനങ്ങളും. ഈ സുപ്രധാന റിപ്പോർട്ട് 4 വർഷം പൂഴ്ത്തിവെച്ചതിന്റെ കാരണമാണ് ഇനി സർക്കാർ വിശദീകരിക്കേണ്ടത്. റിപ്പോർട്ടർ ആർ റോഷിപാൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.